ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരാഴ്ച, ഒന്നല്ല രണ്ടാഴ്ചയോളം കാത്തിരുന്നതാണ് ആരാണ് രേവതിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് എന്നറിയാനായിട്ട്. എന്തായാലും സച്ചിയെ കെട്ടുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് സച്ചി താലി കെട്ടി സച്ചിയുടെ ഭാര്യയാക്കി നമ്മുടെ രേവതിയെ. വിവാഹം കഴിഞ്ഞിട്ടോ രേവതി മരുമകളായി വരുന്നത് ദഹിക്കാൻ കഴിയാത്ത ആ ഒരു കലിപ്പിലിരിക്കുകയാണ് ചന്ദ്ര. അപ്പം ചന്ദ്രയുടെ വയറ് നിറച്ച് നമ്മുടെ രവിയേട്ടൻ കൊടുക്കുന്നുമുണ്ട്. അച്ഛൻ്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി മനസ്സില്ലാ മനസ്സോടെ രേവതിയുടെ കഴുത്തിൽ താലി ചാർത്തി നമ്മുടെ സച്ചി. അങ്ങനെ രണ്ടുപേരും കല്യാണമൊക്കെ കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആ മുഖത്ത് ആ ദേഷ്യമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക. അങ്ങനെ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് നല്ല മനോഹരമായി, നല്ല ആർഭാടപരമായി തന്നെ സച്ചിയുടെയും രേവതിയുടെയും വിവാഹം കഴിഞ്ഞു. വിവാഹമൊക്കെ നടന്ന് സന്തോഷമായിട്ട് അവരെല്ലാവരും ഇരിക്കുന്ന സമയത്ത് സച്ചിക്കും രേവതിക്കും ചന്ദ്രയ്ക്കും മാത്രം സന്തോഷമില്ല. സച്ചിക്ക് അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടേണ്ട കാര്യം ഇല്ലായിരുന്നു എന്നുള്ളൊരു രീതിയിലാണ് ചന്ദ്രയുടെ ഇത്. കാരണം സച്ചി ഒരു പെണ്ണിനെയും സ്നേഹിക്കില്ലെന്നും സച്ചി ഒരിക്കലും ഒരു ഭർത്താവാകില്ലെന്നും അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇത് മനസ്സിൽ കിടക്കുകയാണല്ലോ ചന്ദ്രയ്ക്ക്. എന്നിട്ടിപ്പോൾ മൂത്ത മോനെ ന്യായീകരിക്കാനായിട്ട് വീണ്ടും അവസരങ്ങൾ കിട്ടുമ്പോൾ ചന്ദ്ര അത് നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ വിവാഹം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുക. അങ്ങനെ വിവാഹം കഴിഞ്ഞ് അമ്മ കൈ പിടിച്ചു കൊടുത്തു നമ്മുടെ സച്ചിയുടെ കൈകളിലേക്ക് രേവതിയെ. അതിനുശേഷം പോലെ നോക്കുന്ന ആ ഒരു കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറേ സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ആ ഒരു സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ സംഭവിക്കുന്നു. അതിനുശേഷം ഇവരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോയിരിക്കുക. ഫുഡ് കഴിക്കാൻ പോയിരുന്നപ്പോഴാണെങ്കിലും സച്ചിയും രേവതിയും ഒരുമിച്ചിരിക്കാനൊക്കെ മടിക്കുന്നു. അപ്പോൾ അച്ചമ്മയും അതുപോലെ രവിയേട്ടനും വന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാനൊക്കെ പറയുന്നു. അതുപോലെ അനിയത്തിയാണെങ്കിലും അനിയനാണെങ്കിലും അമ്മയാണെങ്കിലും ഇങ്ങനെ രേവതിയുടെ പിന്നാലെ നടക്കുന്നു. അപ്പോൾ രേവതിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ സച്ചിക്ക് അച്ഛനെ പേടിച്ച് ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഇവർ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം ഈ ചന്ദ്ര നമ്മുടെ രവിയേട്ടൻ്റെ കൂടെ ഇരുന്നാണ് കഴിക്കുന്നത്. അപ്പോൾ രവിയേട്ടൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ സച്ചിയെയും രേവതിയെയും ഒരുമിച്ച് കണ്ടപ്പോൾ ഈ പുള്ളിക്കാരിക്ക് ഇരുന്ന് കലിപ്പ് കയറി. പുള്ളിക്കാരി എന്നിട്ട് തന്നെ അതുതല്ല ഇരുന്ന് പറയാം. അപ്പോൾ കിട്ടിയൊരവസരം, എവിടുന്നോ കിട്ടിയൊരവസരത്തിൽ സച്ചിയെ കുറ്റപ്പെടുത്തി ഈ സുധിയെ കയറി ന്യായീകരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അന്നത്തിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ചേട്ടൻ വഴക്കു പറഞ്ഞു. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ മിണ്ടിപ്പോകരുത്. അവനെക്കുറിച്ചൊരു അക്ഷരം പോലും ഇവിടെ മിണ്ടരുത്. അവനെ എൻ്റെ 50 ലക്ഷം രൂപയും കൊണ്ട് അവിടെ നിന്ന് മുങ്ങിയിരിക്കുന്നത്. എൻ്റെ കാശും കൊണ്ടുപോയി എന്നെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തുകയും ചെയ്തവനവൻ. അവനെക്കുറിച്ചൊരു അക്ഷരം പോലും നീ ഇവിടെ മിണ്ടിപ്പോയേക്കരുത്. എൻ്റെ അഭിമാനം രക്ഷിച്ചതും എൻ്റെ കുടുംബത്തെ നിലനിർത്തുന്നതും ഇരിക്കുന്ന നീ തള്ളിക്കളഞ്ഞ എൻ്റെ സച്ചിയാണ്. എൻ്റെ സച്ചിയെക്കുറിച്ചും സച്ചി വിവാഹം കഴിച്ച രേവതിക്കും നിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ ചന്ദ്രേ, എൻ്റെ ഇപ്പോഴത്തെ സ്വഭാവമൊന്നും ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ നല്ല രീതിയിൽ അങ്ങോട്ട് കൊടുക്കാനുള്ളത് കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ ഒരു സംഭവം അവിടെ സംഭവിക്കുന്ന സമയത്ത് ഈ പുള്ളിക്കാരിക്ക് പേടിയായി. എന്തായാലും അടിയെങ്ങാനും കിട്ടിയത് തന്നെയാണല്ലോ, നാണക്കേടാണല്ലോ. ഇനിയിപ്പോൾ മരുമകളും കൂടെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ നാണക്കേട് മേടിച്ച് വെക്കണ്ട. അതുകൊണ്ട് എല്ലാം അങ്ങ് വിട്ടേക്കാം എന്നങ്ങ് വിചാരിച്ച് പുള്ളിക്കാരി ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അങ്ങനെ ഭക്ഷണം കഴിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ചെറുക്കൻ്റെ വീട്ടിലേക്ക് യാത്ര പറഞ്ഞു പോകുന്ന സമയം അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറയുന്നു നമ്മുടെ രേവതി. അപ്പോൾ രേവതിയെ തൊട്ട് ഇങ്ങനെ നമ്മുടെ അച്ഛമ്മ കൂടെ തന്നെയുണ്ട്. അനിയത്തിയോടും അനിയനോടും അമ്മയോടും എല്ലാവരോടും യാത്ര പറഞ്ഞു. അതുപോലെ തന്നെ അവരോട് ഇനി വിഷമിക്കരുതെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ രവിയേട്ടനും എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു വാക്ക് വിളിച്ചാൽ മതി, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇങ്ങനെ അവരങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര ദേഷ്യം. ചന്ദ്ര എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഭാമയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഭാമയ്ക്ക് അരികിലേക്ക് ചെന്നിട്ട് ഇവരെക്കുറിച്ച് ഇങ്ങനെ ഓരോന്ന് പറയുക. അപ്പോൾ ഭാമ എന്താണേലും മനസാക്ഷിപരമായിട്ടാണ് സംസാരിക്കുന്നത്. ഇന്നത്തെ ദിവസം എന്തായാലും ഈ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നീ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, നീ ഒന്നും മിണ്ടാതിരിക്കാവോ എന്നൊക്കെ ചോദിച്ചു ഭാമ ഇങ്ങനെ എന്നിട്ട് നയപരമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രയ്ക്കാണ് പ്രശ്നങ്ങൾ മുഴുവൻ. അങ്ങനെ എന്തെല്ലാം പ്രതിസന്ധികൾ നിന്നാലും നമ്മുടെ സച്ചിയുടെ ഭാര്യയായി രേവതി അങ്ങനെ കാറിൽ കയറിയപ്പോഴും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാതെ തുറച്ച് അങ്ങോട്ട് പരസ്പരം നോക്കിക്കൊണ്ടായിരിക്കുന്നത്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, ഇഷ്ടമില്ലായ്മയൊക്കെ കാണിക്കുന്നു. അങ്ങനെ ഇവർ എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ സച്ചിയുടെ വീട്ടിലെത്തി വീട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി മൊത്തത്തിലേക്ക് ഇങ്ങനെ നോക്കി. ഇത്രയും നല്ല വീട്ടിൽ, ഇത്രയും സാഹചര്യത്തിൽ, ഇത്രയും നല്ല അച്ഛൻ്റെയും അമ്മയുടെയും, അതായത് ചന്ദ്രയുടെ തനി സ്വഭാവം മുഴുവനായിട്ട് രേവതിക്ക് അറിയില്ലല്ലോ, ഇത്രയും നല്ല അച്ഛമ്മയുടെയും മകനായി വളർന്നിയാളെന്ത് ഇങ്ങനെ ആയി പോയത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മുടെ രേവതി ഇതൊക്കെ മൊത്തത്തിൽ ഇങ്ങനെയൊക്കെ നോക്കി. അപ്പോൾ അങ്ങനെ നമ്മുടെ സച്ചി രേവതിയെ നോക്കുന്നു. അതിനുശേഷം ചന്ദ്രയാണെങ്കിൽ നിലവിളക്ക് എടുത്ത് കൊണ്ടുവന്ന് കയറ്റാനായിട്ട് മടിച്ച് നിൽക്കുക. അപ്പോൾ അതിനുള്ളതും നമ്മുടെ രവിയേട്ടൻ കൊടുത്തു. മര്യാദയ്ക്ക് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിലവിളക്ക് കൊളുത്തി മോളെ വീടിനകത്തേക്ക് കയറ്റിക്കൊള്ളണം. അവിടെ നിൻ്റെ കുശുമ്പും കുന്നായ്മയും ഒരുമാതിരി സ്വഭാവവും കാണിച്ചാൽ ശരിയാവില്ല, ഞാൻ പറഞ്ഞല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ വീണ്ടും ചന്ദ്രയെ പേടിപ്പിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ഒരാളെ പേടിച്ചുകൊണ്ട് മാത്രം ചന്ദ്രയുടെ കർമ്മങ്ങളും അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുന്നു. ചന്ദ്ര എന്നിട്ട് നിലവിളക്കുമായിട്ട് വരുന്നു. അതുപോലെ തന്നെ അച്ചമ്മയും ചന്ദ്രയും കൂടെ വരുന്നത്. നമ്മുടെ രേവതിയും സച്ചിയും ഇങ്ങനെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നു. പിന്നെ ചെറുക്കനെയും പെണ്ണിനെയും അകത്ത് കയറ്റാനുള്ള ഒരു ഇതൊക്കെ. അങ്ങനെ നിലവിളക്ക് കൊടുത്തിട്ട് വലതുകാല് വെച്ച് കയറാൻ അച്ചമ്മ പറഞ്ഞു. അതനുസരിച്ച് നമ്മുടെ രേവതി വലതുകാല് വെച്ച് കയറി. അങ്ങനെ വലതുകാല് വെച്ച് കയറിയതിന് ശേഷം പൂജാമുറിയിൽ കൊണ്ടുവന്ന് വിളക്ക് വെച്ചു. അവിടെ നിന്ന് കുറേ പ്രാർത്ഥിച്ചു. രണ്ടുപേരും പ്രാർത്ഥിച്ചു. ഇന്ന് തൊട്ട് എൻ്റെ ഈ വീട്ടിലുള്ള ജീവിതം നല്ല ഇതിലാവണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ സച്ചിക്ക് അറിയില്ല എന്ത് പ്രാർത്ഥിക്കണമെന്ന്. സച്ചിക്ക് വായിൽ വന്നൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ ചെറുക്കനും പെണ്ണിനും മധുരം കൊടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു കല്യാണത്തിൻ്റെതായ എല്ലാ ചടങ്ങുകളും കാര്യങ്ങളും അവിടെ പൂർത്തിയാക്കുക അവരപ്പോൾ മധുരം കൊണ്ടുവന്ന് ഇവരെ ഹോളിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് മധുരം കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറഞ്ഞു. സച്ചി ആദ്യം രേവതിക്ക് കൊടുത്തു. ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നോക്കി മേടിച്ചു. അതുപോലെ തന്നെ തിരിച്ചും സച്ചിക്ക് രേവതി കൊടുത്തു. ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നോക്കി മേടിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് അങ്ങനെ മധുരമൊക്കെ കഴിച്ചു. ബന്ധുക്കൾ കൊടുക്കുന്ന മധുരം കഴിക്കുന്നു. അങ്ങനെ വിവാഹത്തിൻ്റെതായ എല്ലാ ചടങ്ങുകളും പൂർത്തിയായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരോട് രണ്ടുപേരോടുമായിട്ട് നമ്മുടെ രവിയേട്ടനും അതുപോലെ അച്ചമ്മയും ഇവരൊക്കെ നിന്ന് സംസാരിക്കുകയാണ്. ഇന്നോട്ട് അങ്ങോട്ടേക്ക് പുതിയൊരു ജീവിതം തുടങ്ങുകയാണെന്നും ആ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അതൊക്കെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നിന്ന് പരിഹരിച്ച് പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇതിൽ നിന്ന് വന്ന രണ്ട് വ്യക്തികളാണ് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഇതുവരെ നടന്ന കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകാൻ പാടില്ല, അതൊക്കെ മറന്നു കളഞ്ഞേക്കണം തുടങ്ങിയ രീതിയിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഇവർ സംസാരിച്ചു. ഇതൊക്കെ കേട്ടിട്ട് ഇതൊന്നും ഞങ്ങളോട് പറയുന്നതേ അല്ലെന്നുള്ള ഭാവത്തിൽ സച്ചിയും രേവതിയും കൂടെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായ രീതിയിൽ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. കാരണം നമ്മളൊക്കെ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു കാര്യം തന്നെ നടന്നു കിട്ടി. സച്ചി രേവതിയുടെ കഴുത്തിൽ താലി കെട്ടി. ഇനിയിപ്പോൾ ഈ ഒരു പോരും അതുപോലെ കുശുമ്പും കുന്നായ്മയും ഒന്നും സച്ചിയുടെ ഭാര്യയായ രേവതിയുടെ അടുത്ത് ഒരു പരിധി വരെ ഏക്കുകയല്ല നമ്മൾ, അല്ലെങ്കിൽ നടത്താൻ കഴിയില്ല ചന്ദ്രയ്ക്ക്. അത് ചന്ദ്രയ്ക്ക് നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ നമ്മുടെ രേവതി ആ വീട്ടിലേക്ക് വലതുകാല് വെച്ച് മരുമകളായി കയറിയ നിമിഷം തൊട്ട് തൻ്റെ മകളായി അംഗീകരിച്ച രേവതിയെ ഒരു രീതിയിലും നോവിക്കാനോ അല്ലെങ്കിൽ സങ്കടപ്പെടുത്താനോ ആരെയും അനുവദിക്കില്ലെന്നുള്ള കാര്യം നേരത്തെ തന്നെ നമ്മുടെ രവിയേട്ടൻ പറഞ്ഞിരുന്നതാണല്ലോ. ഇവരുടെ ജീവിതത്തിൽ സേഫായ ഒരു സംഭവങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ 50 ലക്ഷം രൂപയും കൊണ്ട് പോയ മോനെക്കുറിച്ചുള്ള വിഷമവും ആവലാതിയൊക്കെ ആയിട്ടിരിക്കുക. മോൻ എവിടെ പോയി, ഏത് പെണ്ണിൻ്റെ കൂടെ പോയി, അങ്ങനെയൊക്കെ ഒരു ആവലാതിയായിട്ടാണ് ചന്ദ്ര അവിടെ നിൽക്കുന്നത്. അങ്ങനെ ചന്ദ്ര ആ ഒരു വിഷയവുമായിട്ട് വീണ്ടും ഇതിൽ നിന്നൊക്കെ പിന്മാറി നിൽക്കുന്ന സമയത്ത് ചന്ദ്രയെ ശരിക്കും ഭീഷണിപ്പെടുത്തി വഴക്കു പറഞ്ഞ് ഈ ഒരു ലെവലിൽ ഇവരുടെയൊക്കെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഇതെല്ലാം കൂടി നമ്മുടെ രവിയേട്ടനും അച്ചമ്മയുമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൂടെ കൂട്ടി ഇണക്കിക്കൊണ്ട് നല്ല സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.